കടം വീട്ടാനും എത്രയും പെട്ടെന്ന് മുറി കെട്ടാനുമുള്ള വഴികളെപ്പറ്റി സച്ചിൻ രേവതിയും ആലോചിക്കുന്നു. തുടർന്ന് കല്യാണ മണ്ഡപത്തിൽ പൂക്കൾ വെച്ച് ഡെക്കറേഷൻ ചെയ്യുന്ന പരിപാടി കൂടി നമുക്ക് തുടങ്ങാമെന്ന് രേവതി പറയുമ്പോൾ, നീ എന്ത് ചെയ്താലും എൻ്റെ എല്ലാ സപ്പോർട്ടും നിനക്കുണ്ടാകുമെന്ന് സച്ചി പറയുന്നു. പിറ്റേ ദിവസം രാവിലെ ഭാമാൻറ്റിയുടെ വീട്ടിലെത്തുന്ന ശ്രുതി, ഭാമാൻറ്റിക്ക് നല്ല തലവേദനയുണ്ട് എന്ന് ഞാൻ അറിഞ്ഞുവെന്നും ഞാൻ മസാജ് ചെയ്തെല്ലാം മാറ്റിത്തരാമെന്നും പറയുന്നു. തുടർന്ന് മസാജ് ചെയ്യുന്നതിനിടയിൽ ചന്ദ്രമതി തിരികെ വരാനുണ്ടായ കാരണത്തെപ്പറ്റി ശ്രുതി ചോദിക്കുമ്പോൾ, ശരത്തിനെതിരെയുള്ള കേസ് പിൻവലിക്കാനായി വക്കീൽ 2 ലക്ഷം രൂപ കൊടുത്ത വിവരം അറിയാതെ ഭാമാൻറ്റിയുടെ വായിൽ നിന്നും വീഴുന്നു. തുടർന്ന് ഞാനിതൊന്നും വിശ്വസിക്കില്ലെന്ന് പറയുന്ന ശ്രുതിനെ വക്കീൽ കൊടുത്ത 2 ലക്ഷം രൂപ ഭാമാൻറ്റി കാണിക്കുന്നു. തുടർന്ന് ചന്ദ്രമതി ഒരു ഭയങ്കരി തന്നെയാണെന്ന് ശ്രുതി ചിന്തിക്കുന്ന സമയത്ത്, ഞാൻ ഈ വിവരം നിന്നോട് പറഞ്ഞെന്ന് നീ ചന്ദ്രമതിയോട് പറയരുതെന്ന് ഭാമാൻറ്റി പറയുന്നു. പിന്നീട് രേവതി കല്യാണ മണ്ഡപത്തിന്റെ ഡെക്കറേഷന്റെ മാതൃക സച്ചിനെ കാണിക്കുമ്പോൾ സച്ചിക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെടുകയും അതിന്റെ ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നു. ഇതേസമയം അവിടെ എത്തുന്ന വർഷയ്ക്കും അത് കണ്ട് ഇഷ്ടപ്പെടുകയും ബിസിനസ് വളർത്താനുള്ള പുതിയ ഐഡിയകളെ പറ്റി പറയുകയും അതിന് ഞാൻ സഹായിക്കാമെന്നും പറയുന്നു. പിന്നീട് നവീൻ പറഞ്ഞതനുസരിച്ച് ശ്രുതിനെ വിളിക്കുന്ന ആന്റണി, നവീൻ ദാസിന്റെ നില വളരെ ഗുരുതരമാണെന്നും എത്രയും പെട്ടെന്ന് പണം തരണമെന്നും അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അവന്റെ ഡെഡ് ബോഡി നിന്റെ വീടിന്റെ മുമ്പിൽ കൊണ്ടിട്ടിട്ട് ഞാൻ നാട് വിടുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ശേഷം ആന്റണി പറഞ്ഞതെല്ലാം ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ശ്രുതി എങ്ങനെയെങ്കിലും പണം സംഘടിപ്പിക്കണമെന്ന് ചിന്തിക്കുകയും ഭാമാൻറ്റിയുടെ വീട്ടിലുള്ള ചന്ദ്രമതിയുടെ പണം മോഷ്ടിക്കാനായി തീരുമാനിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഭാമയുടെ വീട്ടിലെത്തുന്ന ചന്ദ്രമതി വക്കീല് പണം തന്ന വിവരം ആരോടും പറഞ്ഞിട്ടില്ലെന്ന് ഭാമയോട് പറയുന്നു. ഇതേസമയം ഭാമാൻറ്റിയുടെ വീട്ടിലെത്തുന്ന ശ്രുതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.